ഇഞ്ചി ഉപയോഗിച്ചുള്ള ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് ഇഞ്ചിയും ഒരു കപ്പ് ചെറിയ ഉള്ളിയും ഒരു 5-6 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ആ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഈ പുളി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ഇതുപോലെ തേങ്ങ വറുത്തിടണം. അതിനായിട്ടൊരു